അർജുൻ ഇന്നലെ ശ്രീധുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പവർ റൂമിൽ കയറണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അർജുൻ പറയും, പിന്നെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിന് ഭയങ്കര ആഗ്രഹമാണെന്ന് എനിക്കറിയാം. ഫ്രണ്ടല്ല, പേരെന്താ, ഫ്രണ്ടിന്റെ പേരെന്താന്നൊക്കെ ഇപ്പൊ ശ്രീധു ചോദിക്കുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് ശ്രീധു കൃഷ്ണ, ശ്രീധു കൃഷ്ണ ഒഫീഷ്യൽ നെയിം എന്നൊക്കെ പറയും. അപ്പോൾ വീണ്ടും ശ്രീധു ചോദിക്കും കേട്ടോ, അതാരാ എന്നുള്ളത്. അപ്പൊ അർജുന്റെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ട്. അപ്പൊ അർജുൻ പറയും, ടിഷ്യൂ പേപ്പർ കൊണ്ട് എറിഞ്ഞ് കാണിക്കണോ, തുപ്പി കാണിക്കണോ, ചവിട്ടി കാണിക്കണോ, 3 ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ വീണ്ടും ശ്രീധു അതാരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അർജുൻ പറയുന്നുണ്ട് ശ്രീധു. അപ്പൊ അത് എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കട്ടെ ശ്രീധു. എന്റെ മുമ്പിൽ ഇരിക്കണ്ടെന്നപ്പോ അർജുൻ പറയും. അപ്പൊ ശ്രീധു പറയണ അത് പറ എന്ന് പറയും. അപ്പൊ അർജുൻ പറയണ്ട, മുമ്പിൽ ഇരിക്കണോന്നാണ് പറഞ്ഞ, ടിഷ്യൂ പേപ്പർ കൊണ്ട് എറിഞ്ഞ് കാണിക്കണോ, ചവിട്ടി കാണിക്കണോ, തുപ്പി കാണിക്കണോ എന്നൊക്കെ. അപ്പൊ ശ്രീധു പറയും, നീ പറയണതെല്ലാം കൂടെ കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ അത് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ട് ഉള്ളതുകൊണ്ട് നോക്കിയിട്ടാണ് പവർ റൂമിലേക്ക് കയറാൻ വേണ്ടി കളിച്ചെന്നൊക്കെയുള്ള രീതിയിലാണ് അർജുൻ അവിടെ പറയുന്നത്. അപ്പൊ ശ്രീധു പറയുന്നുണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കാനൊക്കെ. അപ്പൊ ആരോടെന്ന് ചോദിച്ചപ്പോ ആ ഫ്രണ്ടിനോടൊന്ന് പറയുന്നുണ്ട്. അർജുൻ ഫ്രണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രീധു കുറെ പ്രാവശ്യം അതാരാന്ന് അർജുനെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ നോക്കണ്ടായിരുന്നു. എന്താണോ ശ്രീധു ഉദ്ദേശിച്ചത്. പിന്നെ അർജുന് പവർ റൂമിൽ കയറോട്ട് ആഗ്രഹമില്ലാന്ന് അർജുൻ അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീധു പിന്നെ ഇതുവരെ പവർ റൂമിൽ കയറിയിട്ടില്ല. ശ്രീധുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്, ശരിക്കും കയറണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ശ്രീധു പറഞ്ഞു. പവർ റൂമിൽ കയറാതെ ഇപ്പൊ പുറത്താവുമോ എന്നുള്ളതാണ് അപ്പൊ ശ്രീധുവിന് ഇപ്പത്തെ ഒരു വിഷമം. ശ്രീധു എന്തായാലും സേവ് ആവുന്നൊക്കെ അർജുൻ ഇന്നലെ ശ്രീധുവിനോട് പറഞ്ഞിട്ടുണ്ട്.